ഇന്ത്യൻ എയർഫോഴ്സ് 304 ഒഴിവുകളിലേക്ക് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിനുള്ള ആഫ്കാറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം ഉപയോഗിക്കാം. ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത, എങ്ങനെ അപേക്ഷിക്കാം എന്നിവ പരിശോധിക്കാം. ജോബ് ഡീറ്റെയിൽസ്, ടൈപ്പ് ഓഫ് ജോബ്, സെൻട്രൽ ഗവൺമെൻറ് ജോബ്, പോസ്റ്റ് ആഫ്കാറ്റ്, ഒഴിവുകൾ 304, ലൊക്കേഷൻ ഇന്ത്യയിലുടനീളം, അപേക്ഷിക്കേണ്ട വിധം ഓൺലൈൻ, നോട്ടിഫിക്കേഷൻ തീയതി 2024 മെയ് 30 മുതൽ. വേക്കൻസി ഡീറ്റെയിൽസ്, ഇന്ത്യൻ എയർഫോഴ്സ് വിവിധ ബ്രാഞ്ചുകളിലായി ആകെ 317 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ആഫ്കാറ്റ് എൻട്രി ഫ്ലൈയിങ് 38, ആഫ്കാറ്റ് എൻട്രി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ 156, ആഫ്കാറ്റ് എൻട്രി ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ 118, NCC സ്പെഷ്യൽ എൻട്രി ഫ്ലൈയിങ് 10%. ഇന്ത്യൻ എയർഫോഴ്സ് റിക്രൂട്ട്മെൻറ്റ് വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ ജോലി നേടാം. ഏജ് ലിമിറ്റ്, ആഫ്കാറ്റ് എൻട്രി ഫ്ലൈയിങ് 20 തൊട്ട് 24 വയസ്സ് വരെ, ആഫ്കാറ്റ് എൻട്രി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ 20 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെ, ആഫ്കാറ്റ് എൻട്രി ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ 20 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെ. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക്, മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്ക് സർക്കാർ നിയമാനുസൃത വയസ്സിളവുകൾ ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ: ആഫ്കാറ്റ് എൻട്രി ഫ്ലൈയിങ്, കണക്ക്, ഭൗതികശാസ്ത്രം എന്നിവയിൽ 10+2 ലെവലിൽ കുറഞ്ഞത് 50% മാർക്ക് വീതം നേടിയിരിക്കണം. അംഗീകൃത സർവകലാശാലയിൽ നിന്നും കുറഞ്ഞത് 60% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യമായ ഏതെങ്കിലും വിഭാഗത്തിൽ കുറഞ്ഞത് 3 വർഷത്തെ ഡിഗ്രി കോഴ്സുള്ള ബിരുദം. ആഫ്കാറ്റ് എൻട്രി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ: എയറോനോട്ടിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നിവയിൽ 10+2 ലെവലിൽ കുറഞ്ഞത് 50% മാർക്കും കുറഞ്ഞത് 4 വർഷത്തെ ഡിഗ്രി ബിരുദവും ഉള്ളവർ, അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ ഇൻ്റർഗ്രേഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ യോഗ്യത അല്ലെങ്കിൽ കുറഞ്ഞത് 60% മാർക്കോടെ യഥാർത്ഥ പഠനത്തിലൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർമാരുടെ ബിരുദ അംഗത്വ പരീക്ഷ. ആഫ്കാറ്റ് എൻട്രി ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ച് ക്വാളിഫിക്കേഷൻ 10+2, ബിരുദാനന്തര ബിരുദം, കുറഞ്ഞത് 3 വർഷത്തെ ഡിഗ്രി കോഴ്സ്, അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഭാഗത്തിൽ കുറഞ്ഞത് 60% മാർക്ക്. മെട്രോളജി, +2 സയൻസ്, ഏതെങ്കിലും സയൻസ് വിഷയങ്ങൾ, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ജിയോഗ്രഫി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, എൻവറോൺമെൻറ്റൽ സയൻസ്, അപ്ലൈഡ് ഫിസിക്സ്, ഓഷ്യാനോഗ്രാഫി, മെട്രോളജി, അഗ്രികൾച്ചർ മെട്രോളജി, എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്, ജിയോഫിസിക്സ്, എൻവയോൺമെൻറ്റ് ബയോളജി എന്നിവയിൽ ഏതെങ്കിലും വിഭാഗത്തിൽ 50% മാർക്കോടെ ബിരുദാനന്തര ബിരുദം. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് യോഗ്യതകൾ പരിശോധിക്കേണ്ടതാണ്. സെലക്ഷൻ: എഴുത്തുപരീക്ഷ, ശാരീരിക യോഗ്യതാ പരീക്ഷ, മെഡിക്കൽ പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യൻ എയർഫോഴ്സ് ഒഴിവുകളിലേക്ക് നിയമനം നടത്തുക. എക്സാമിനേഷൻ ഫീസ്: ഇന്ത്യൻ എയർഫോഴ്സ് റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് 550 രൂപയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷിക്കുന്ന സമയത്ത് ഓൺലൈനായി അപേക്ഷാ ഫീസ് അടയ്ക്കാം. ഇന്ത്യൻ എയർഫോഴ്സ് റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയ് 30 മുതലാണ് അപേക്ഷിക്കേണ്ടത്. 1 മാസത്തെ സമയപരിധിയിൽ ജൂൺ 28 വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷിക്കുന്നതിനു മുമ്പ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മുഴുവനായി വായിച്ച് മനസ്സിലാക്കുക. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ വായു
മ്യൂസീഷ്യൻ തസ്തികയിലേക്ക് നിയമനത്തിനായി റിക്രൂട്ട്മെൻറ്റ് റാലി നടത്തുന്നു. 2024 ജൂലൈ 3 മുതൽ 12 വരെ കാൺപൂർ, ബാംഗ്ലൂർ എയർഫോഴ്സ് സ്റ്റേഷനുകളിൽ നടക്കുന്ന റാലിയിൽ അവിവാഹിതരായ 10ാം ക്ലാസ്സോ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. 2004 ജൂലൈ 2-നും 2007 ജൂലൈ 2-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. താൽപ്പര്യമുള്ളവർ ജൂൺ 5-നകം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. യോഗ്യത, അറിഞ്ഞിരിക്കേണ്ട വാദ്യോപകരണങ്ങൾ, അധിക യോഗ്യതകൾ തുടങ്ങിയവ സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഇതേ പോർട്ടലിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 9188431093. കേരളത്തിൽ സ്ഥിരമായി ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് നിയമനം നടത്തുന്നു. വിശദമായ വിവരങ്ങൾ നോക്കാം. പ്രായപരിധി 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെ. 21/1988-നും 1/1/2006-നും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. മറ്റ് പിന്നാക്ക സമുദായങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്കും സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. ശമ്പള വിവരങ്ങൾ. ഈ തസ്തികയിലേക്കുള്ള ശമ്പളം പ്രതിമാസം 23,700 തൊട്ട് 52,600 വരെയാണ്. പുതിയ ശമ്പള പരിഷ്കാര കമ്മീഷൻ പ്രകാരം മാറ്റമുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് അല്ലെങ്കിൽ അതിനു തുല്യമായ പാസ് ഉണ്ടായിരിക്കണം. എങ്ങനെ അപേക്ഷിക്കാം? ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വൺ ടൈം രജിസ്ട്രേഷൻ സിസ്റ്റം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം. ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിന്നും നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുക്കുക. നോട്ടിഫിക്കേഷൻ ഭാഗത്തിൽ കാറ്റഗറി നമ്പർ നൽകാനുള്ള ഒരു സ്പേസ് നിങ്ങൾ കാണുന്നു. അവിടെ 086/2024 കാറ്റഗറി നമ്പർ അടുത്തതായി അപ്ലൈ നൗ ബട്ടൺ അമർത്തുക. പിന്നീട് ചില അടിസ്ഥാന വിവരങ്ങൾ നൽകുക. ഭാവി റഫറൻസിനായി ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ഈ പറയപ്പെട്ട എല്ലാ വിവരങ്ങളും ഫോണിലൂടെ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപ്ലൈ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.